പാലക്കാട് സരിൻ ജയിക്കും എന്ന് സരിൻ പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് പറയുക. കാരണം മത്സരിക്കുന്ന എല്ലാവരും ഞങ്ങൾ തോൽക്കുമെന്ന് പറഞ്ഞ ഒരാളും മത്സര രംഗത്തേക്ക് വരില്ല. സരിൻ അങ്ങനെ പറയുന്നതിൻ്റെ എന്താണ് അടിസ്ഥാനം? സരിൻ പറയുന്നു ഞാൻ ജയിക്കും, പാലക്കാട് ഞാൻ ജയിക്കും. സരിൻ ഒരു പക്ഷേ കണക്കുകളൊക്കെ നോക്കിയിട്ടുണ്ടാവും. 65-ൽ അവിടെ CPM ആണ് ജയിക്കുന്നത്, 67-ൽ പാലക്കാട് CPM ആണ് ജയിക്കുന്നത്, 70-ൽ പാലക്കാട് CPM ജയിക്കുന്നു. പിന്നീട് 77 മുതൽ 91 വരെ കോൺഗ്രസിൻ്റെ CM സുന്ദരം എന്ന് പറയുന്ന MLA, അദ്ദേഹം ദീർഘകാലം പാലക്കാട് MLA ആയിരുന്നു. അതിനുശേഷം ഈ TK നൗഷാദ് 96-ൽ TK നൗഷാദ് ജയിക്കുന്നു. അത് കഴിഞ്ഞ് 2006-ൽ KK ദിവാകരൻ ജയിക്കുന്നു. ഇത്രയും പേര് CPM-ൻ്റെ ആളുകളായി അവിടെ ജയിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നത്. ഒരുപക്ഷെ ഈ കണക്കുകളൊക്കെ നമുക്കറിയാം, പൊതുവെ അവിടെ സരിൻ 3-ാം സ്ഥാനത്തെത്തും എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് കണക്കുകൾ. പക്ഷെ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സരിൻ വിശ്വസിക്കുന്നത് ഞാനും ജയിക്കും. ആ മണ്ഡലം ആരുടെയും കുത്തകയല്ലായിരുന്നു. ആ മണ്ഡലം കുത്തകയാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പല രീതിയിലുള്ള തന്ത്രങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സമയത്തൊക്കെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇത്രയും ദുഷിച്ചതായിരുന്നില്ല. നമ്മൾ പറയും, മനസ്സിലാക്കും. പല വട്ടങ്ങളും ജയിച്ച സ്ഥാനാർത്ഥികൾ പരിശോധിച്ചു. പിന്നെ ഏറ്റവും അവസാനം സുന്ദരം എന്ന് പറയുന്ന ഒരു ആളുടെ പറഞ്ഞില്ലേ, സെയിം സുന്ദരം, കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് വളരെ കാലം അവിടെ MLA ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും അവസാനത്തെ പൂണൂലിട്ട അല്ലെങ്കിൽ ബ്രാഹ്മണ MLA എന്ന് പറയാൻ പറ്റുന്ന സുന്ദരൻ സ്വാമി എന്ന് പറയുന്ന MLA. കാരണം നമ്മൾ ജോണിനകത്ത് പറയാൻ കാര്യം എന്ന് പറയേ, ഈ വ്യാജ പ്രചരണങ്ങൾ, ഈ നമ്മൾ പറയല്ലോ ബ്രാഹ്മണിക്കൽ ഹെജിമണി, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ ഇന്ന് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് അധികാര സ്ഥാനങ്ങളിലും ഇല്ലാത്ത എത്ര MLA-മാരുണ്ട്? ഇപ്പോൾ കേരള നിയമസഭ ബ്രാഹ്മിൺസിന് അല്ലെ, എത്ര MP-മാരുണ്ട്? നമുക്ക് അല്ലെങ്കിൽ ലോകസഭ പരിശോധിച്ചാൽ ഇപ്പോഴും എന്തോ പറയുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണി. ഇത് പറയുന്നവനും എന്തുവാന്ന് അറിയത്തില്ല, അത് ഏറ്റു പറയുന്നവനും എന്തുവാണെന്ന് അറിയത്തില്ല. അത് വ്യാജമായിട്ടുള്ള ഇതുപോലെ വ്യാജമായിട്ടുള്ള പ്രചരണം. അപ്പൊ അതുകൊണ്ട് അപ്പൊ അദ്ദേഹം അത്രയും കാലം, ഞാൻ പറഞ്ഞ ചില തന്ത്രങ്ങളുടെ അത്രയും കാലം അവിടെ ജയിക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? അവിടെ അവരുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു അഗ്രഹാരങ്ങളും അവരുടെ സാന്നിധ്യവും അവരുടെ ബലവും വളരെ പ്രബലമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, വളരെ പുറകിൽ. ഇപ്പൊ ഒരു അഗ്രഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിവർത്തികേടിന്റെ, പാലക്കാട് എന്നിട്ട് നിങ്ങൾ അഗ്രഹാരങ്ങൾ കയറി കാണണം. നമ്മൾ വലിയ ഇതായിട്ട് പറയുമല്ലോ, കാരണം അവർ വെളിയിലുള്ള സമൂഹമായിട്ട് സഹകരിക്കാത്തതും കൂടെ അതിന്റെ ഭാഗമായിരിക്കാം. വളരെ ദയനീയാവസ്ഥയാണ്. പറയുന്നവർക്ക് പഴയ പോഷ്കൊന്നുമില്ല, പട്ടിണി ഒരു പരിധി വരെ അനുഭവിച്ചുകൊണ്ടാണ്. അഗ്രഹാരങ്ങൾ കണ്ട് നമുക്ക് സങ്കടം വരും. അപ്പൊ ഞാനീ പറഞ്ഞത്, അപ്പം ഇതൊക്കെ കണ്ടിട്ട് അതിന് ശേഷം നൗഷാദ് ജയിക്കുന്നു, മനസ്സിലാവുന്നുണ്ട്. ആ നൗഷാദിനെ അവിടെ പരീക്ഷിച്ചതിന്റെ കാരണം, ജയിക്കാനുള്ള അദ്ദേഹത്തിന് ശേഷം എനിക്കൊന്ന് നൗഷാദാണ് ജയിക്കുന്നത്. അതിന്റെ കാരണം മനസ്സിലായത് എന്താണ്? അവിടുത്തെ ഒരു ഏകീകരണം. ഈ ഒരു ഏകീകരണത്തിനെ മറിച്ചത് ആ നൗഷാദിനെ കൊണ്ട്. അത് ആദ്യമേ കാണിച്ചു കൊടുത്തത് CPM. അതിനുശേഷം പിന്നെ അത് അവലംബിച്ചതും അത് വിജയിച്ചതും കോൺഗ്രസ്. കഴിഞ്ഞ 3 പ്രാവശ്യവും അത് വർക്കൗട്ട് ആക്കിയത് കോൺഗ്രസ്സാണ്. അതായത് വോട്ട് അല്ലെങ്കിൽ സംഘടിതമായ വോട്ടിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഏറ്റവും അവസാനം 2014-ലെ 2016-ലും ഷാഫി പറമ്പിലിനെ അവിടെ ജയിക്കുവാൻ സാധിച്ചു. അപ്പം ഈ പ്രാവശ്യം 2021 സോറി 2014 2020 ഏറ്റവും അവസാനം, ഞാൻ 16 തെറ്റിപ്പോയി, 2020. ഈ പ്രാവശ്യം അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പേര് പറഞ്ഞും ആൾക്കാർ സംഘടിതമായിട്ട് വോട്ടിനെ മാറ്റാൻ പറ്റത്തില്ല. 3 സ്ഥാനാർത്ഥികളും ഹിന്ദു സ്ഥാനാർത്ഥികളാണ്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ സംഘടിതമായ വോട്ടിന് വേണ്ടി അവിടെ കൃത്യമായ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് വേണ്ടി ആ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ SDPI ആണ്. അത് പരസ്യമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപക്ഷെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതിൻ്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ പോലും, അപ്പം അതിൻ്റെ ഭാഗമല്ലണ്ട പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പൊ ജോണൊരു പേര് മതി, ജോൺ അതിനകത്തൊരു ബന്ധവും വേണ്ട, അവരെ ജോണിന് കുറെ വർക്ക് ചെയ്തോളൂ. ജോണെ ബാക്കിയുള്ളവരുടെ ഭാഗമായിട്ട് നിന്നാലും അതാ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഏറ്റവും അവസാനം ആ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആ ഒരു ധ്രുവീകരണം അവിടെ. ഇപ്പം ആ ധ്രുവീകരണം അവിടെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന് വേണ്ടി അതിന് വേണ്ടിയുള്ള വർക്കുമായിട്ട് നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്.
അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്നും ഒരു കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് വർക്ക് നടക്കുന്നുണ്ടെന്നും അവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്നത് വോട്ട് ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല. അത് സരിൻ പറയുന്നത് സരിന്റെ ഭാഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ കൃഷ്ണകുമാർ പറയുന്നത് അത് കൃഷ്ണകുമാറിന്റെ ഭാഗത്തേക്ക് പോകാം. അപ്പൊ അവിടുത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മളവിടെ പരിശോധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവിടെ 2,12,000 വോട്ടുണ്ട്. ഈ 2,12,000 വോട്ടിനകത്ത് 1,60,60,000 വോട്ടോളം, അതായത് 74% വോട്ടോളം ആരുടെയാണെന്നറിയോ? ഹിന്ദു വോട്ടാണ്. അതിനകത്ത് SC ST വോട്ട് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ SC ST വോട്ട് 15% ആ 15% വോട്ടെന്ന് പറയുമ്പോൾ 23,000 ശിഷ്ട വോട്ടേ വരുന്നുള്ളൂ. 22% വരുന്ന മുസ്ലിം വോട്ടെന്ന് പറയുമ്പോൾ അതിന്റെ 46,640 വോട്ട് വരും. അതിനകത്ത് ST വോട്ടെന്ന് പറഞ്ഞാൽ 869 വോട്ടേ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കുറവ് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ട് വേണ്ട 6,754 വോട്ടേ ഉള്ളൂ. അവിടെ 3.2% വോട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ വളരെ കാലം മുമ്പേ ഒളിച്ചു കടത്തിയിരുന്ന ഒരു ഈ പറയുന്ന ഈ സംഘടിത വോട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട്, അവർക്ക് ആ മതവിഭാഗത്തിനെ ഏകീകരിക്കാൻ പറ്റുന്നത് പോലെ മറ്റു മതവിഭാഗങ്ങളെ ഏകീകരിക്കാൻ പറ്റിയിട്ടില്ല. ആ വോട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ സംഘടിച്ച് നിൽക്കുകയാണെന്ന് തോന്നിയാൽ അപ്പുറത്ത് ഹിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഒരു ഏകീകരണം ഉണ്ടാവുകയും മുനമ്പം പോലുള്ള വിഷയങ്ങൾ അവിടെ വർക്കൗട്ട് ആവുകയൊക്കെ ചെയ്താൽ അവിടെ അട്ടിമറി നടക്കാം. അത് ഒരു പക്ഷേ ഈ സരിൻ എന്ന് പറയുന്ന ആൾ വിചാരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ആ രീതിയിൽ ധ്രുവീകരണം നടന്നുണ്ടാവുകയുണ്ട്. അവിടെ ഇപ്പം അതിനുവേണ്ടി ആയിരിക്കുമല്ലോ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണ് മുസ്ലിം ലീഗിന്റെ തങ്ങളെന്നും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ് SDP പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പൊ സരിൻ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഏകീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് സംഭവിക്കാം. അതിന്റെ ഭാഗത്ത് സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് ഈ മുനമ്പം വിഷയത്തിനകത്ത് കൃത്യമായ നിലപാട് പരസ്യമായിട്ട് എടുത്ത് കേന്ദ്രത്തിലെ തിരുത്തലിന് എതിരെയിരിക്കുന്ന കോൺഗ്രസിനെതിരെ വരുമെന്നും ആ വോട്ട് കൂടെ കുറച്ച് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഏതായാലും അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 3 പേരും ഒരുപോലെ രാഷ്ട്രീയം കളിച്ചു. ഞാനീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സരിന്റെ ഒരു തോന്നൽ മാത്രമാണ്. സരിൻ അങ്ങനെ തോന്നുന്നതുകൊണ്ടായിരിക്കും സരിൻ പക്ഷേ ജയിക്കുന്നത്. അവിടുത്തെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന മനസ്സിലാവുന്നത് ഈ 3 പേരും തമ്മിൽ ത്രികോണ മത്സരം തന്നെയാണ് ഉള്ളത്. അതിനകത്ത് മത്സരം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് കൃഷ്ണകുമാറും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിൽ രാഹുൽ മാണി. ഏറ്റവും അവസാനം സന്ദീപ് വാര്യരുടെ ചൂടുമാറ്റത്തോടുകൂടി BJPക്ക് അകത്ത് നിന്നിരുന്ന പ്രശ്നം സന്ദീപിന്റെ അഭിപ്രായവും പാണക്കാട്ടോട്ടുള്ള പോക്കും ഒക്കെ സന്ദീപ് ഇത്തരത്തിൽക്കാരനായിരുന്നു, BJPക്കാരനല്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് BJPക്കിടയിൽ വർക്കൗട്ട് ആവുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതായിരുന്നു എന്ന് കണ്ട് അതിനകത്തോട്ട് മാറിയപ്പോൾ സന്ദീപിനോട് അനുഭാവം കൂടുന്ന അല്ലെങ്കിൽ ആ അനുഭാവത്തിന്റെ ഭാഗമായിട്ട് BJPയോട് അല്പമെങ്കിലും എതിർത്തിരുന്നത് സംഘപരിവാർ അല്ലെങ്കിൽ BJP അനുഭാവം പൂർണ്ണമായിട്ടും BJPയുടെ ഭാഗമായിട്ട് നിൽക്കുകയും അപ്പം അതിനകത്ത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു എഡ്ജ് വരികയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടിന്റെ ഇരട്ടി വോട്ട് ഞാൻ ജയിക്കുമെന്നാണ് സരിൻ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അത് ആൾക്കാരെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തവർക്ക് അറിയത്തില്ലല്ലോ എത്ര വോട്ടാ ചെയ്തത്. അപ്പൊ ആൾക്കാർ എനിക്ക് അനുകൂലമായിട്ട് വന്ന് വോട്ട് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം അവിടെ CPM പിടിച്ച വോട്ടെന്ന് പറഞ്ഞാൽ 36,431 വോട്ടാണ്. അപ്പൊ അത് അതിന്റെ ഇരട്ടി വോട്ടെന്ന് പറഞ്ഞാൽ 73,000 വോട്ട് വരും. അപ്പൊ അത്രയും വോട്ട് പിടിച്ച് അദ്ദേഹം ജയിക്കുമെന്നാണ് അദ്ദേഹം ജയിക്കണമെങ്കിൽ 36ന്റെ കൂടെ എങ്ങനെ പോയാലും 14, 15, 16 വോട്ടെങ്കിലും 16,000 വോട്ടെങ്കിലും അധികം പിടിക്കും. അല്ല പുള്ളി പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിടിച്ച CPM പിടിച്ചതിന്റെ ഇരട്ടി വോട്ട് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 73,000 അല്ലെങ്കിൽ 72,866 വോട്ട് പിടിച്ച് അദ്ദേഹം ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതാണ്. ഏതായാലും അവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സരിൻ ജയിക്കുന്ന പൊളിറ്റിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സരിൻ 3ാം സ്ഥാനത്ത് തന്നെ പോകും. അവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ സന്ദീപ് വാര്യരുടെ വിഷയത്തോടുകൂടി BJPക്ക് അകത്തെ ആന്തരിക വിഷയം മാറിയിട്ട് BJPക്ക് അകത്തെ പ്രശ്നങ്ങൾ മാറിയിട്ട് എങ്ങനെയും ജയിക്കണമെന്നല്ല അതിനുള്ള വർക്ക് നടക്കുകയും BJP ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ഓരോ ദിവസവും പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വരുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം മാറിയിട്ട് BJP ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ധ്രുവീകരണം അത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് അല്ല, മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് പരസ്യമായിട്ട് വെളിവാക്കുന്നതാണ് സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം
തങ്ങളെ കാണാൻ പോയത്. കാരണം ഞാൻ മാപ്പ് പറയാൻ പോവുകയാണ്, ഇതുവരെ പറഞ്ഞതൊക്കെ അവർക്ക് എതിരെയാണ്. അതും കൂടെ ആയപ്പോഴത്തേന് പൂർണ്ണമായിട്ടും BJP പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വരുന്നൊരവസ്ഥ വന്നു. ഇവിടെ മുസ്ലിമിൻ്റെയും SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ വോട്ട് മേടിക്കാൻ നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ധ്രുവീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഹിന്ദു ധ്രുവീകരണത്തിന് കാരണമായാലും 100% BJP അവിടെ ജയിക്കും. സരിൻ ഈ കണക്കുമായിട്ട് മുന്നോട്ട് പോകും.